ആ രണ്ട് ബാങ്ക് നിങ്ങൾ വിശദീകരിച്ചല്ലോ. ആ രണ്ട് ബാങ്കിനെ കുറിച്ചുള്ള നമ്മുടെ സംസാരത്തിൽ നിങ്ങൾ കഴിഞ്ഞ പ്രസംഗത്തിൽ പറഞ്ഞു. എന്ത് രണ്ട് ബാങ്കിനെ കുറിച്ച് പറഞ്ഞപ്പോ അന്ന് വിശദമായി ഇവിടെ സംസാരിച്ചതാണ് നമ്മൾ. അല്ലാഹുവിന്റെ റസൂലിന്റെ കാലത്ത് ഒരൊറ്റ ബാങ്കാണുള്ളത്. അത് ഖതീബ് മിമ്പറിൽ കയറിയപ്പോഴാണ്. ആ സമ്പ്രദായമാണ് റസൂലുള്ളാഹിയുടെ കാലത്ത്, അബൂബക്കർ സിദ്ദീഖിന്റെ കാലത്തും അങ്ങനെ തന്നെ ഒറ്റ ബാങ്ക് കൊടുക്കുന്ന സമ്പ്രദായമാണുള്ളത്. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്തും അങ്ങനെ തന്നെ. എന്നാൽ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഭരണമായപ്പോ ആളുകൾ വർദ്ധിച്ചപ്പോ പ്രത്യേകമായ ഒരാവശ്യം വന്നപ്പോ മഹാനവറുകൾ പള്ളിയിൽ വെച്ചല്ല, മദീനയിലെ ഒരങ്ങാടിയായ സൗറാ എന്ന് പറയുന്ന പ്രദേശത്ത് പോയി ഒരു വിളി കൂടി അധികരിപ്പിച്ചു. അങ്ങനെ കാര്യം അങ്ങനെ അതിന്മേൽ സ്ഥിരപ്പെട്ടു എന്ന് നിങ്ങൾ ഇവിടെ വായിച്ചു. അർത്ഥം പറഞ്ഞില്ലേ, ഞാൻ സൂചിപ്പിച്ചല്ലോ. എന്ത് രണ്ട് ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം ഖതീബ് മിമ്പറിൽ കയറുന്നതിന്റെ മുമ്പായി കൊണ്ട് വിളിക്കുന്ന ആ സമ്പ്രദായം അത് റസൂലുള്ളാഹിയുടെ കാലത്തില്ലാത്ത സമ്പ്രദായമാണ്. എന്നാൽ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് ആ സമ്പ്രദായം നടപ്പിലുണ്ടായി. ആ സമ്പ്രദായം ഇന്ന് മക്കയിലും മദീനയിലും ഇന്നും നിലനിൽക്കുകയും ചെയ്യുന്നു. അതിൽ നമുക്ക് തർക്കമില്ല. പക്ഷേ ആ ഇന്നും മക്കയിലും മദീനയിലും നിൽക്കുന്ന സമ്പ്രദായം ഒഴിക്കപ്പെടാൻ പറ്റാത്ത ഒരു ആചാരമാണ്. ജുമഅക്ക് വിളിക്കുന്ന റസൂലുള്ളാഹിയുടെ കാലത്ത് വിളിച്ചിരുന്ന അതേ ബാങ്ക് പോലെ പ്രാധാന്യപൂർവ്വമുള്ള ഒരു സുന്നത്ത് എന്ന നിലക്കാണോ രണ്ടാമത്തെ ബാങ്കുള്ളത്? ഒരിക്കലും അല്ല. ഞാൻ നിങ്ങളുടെ കിതാബിൽ നിന്ന് വായിച്ചിരുന്നല്ലോ, ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ തന്നെ ഉദ്ധരണി വായിച്ചിരുന്നല്ലോ. ഷാഫി ഇമാം ഉമ്മിൽ പറഞ്ഞില്ലേ, എന്താ മഹാനവറുകൾ ഉമ്മിൽ പറഞ്ഞത്? ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലത്തില്ലാത്ത ആ പിന്നീടുള്ള ഒരു സമ്പ്രദായം അത് വർദ്ധിപ്പിച്ചത് ആരാണ്? അത് മുആവിയയാണ് എന്ന അഭിപ്രായമുണ്ട്. അതേപോലെ തന്നെ ഉസ്മാനാണെന്നും അഭിപ്രായമുണ്ട്. അവരിൽ ആര് തന്നെയാണെങ്കിലും അല്ലാഹുവിന്റെ റസൂലിന്റെ കാലത്തുണ്ടായിരുന്ന സമ്പ്രദായം എന്താണോ അതെന്താ? റസൂലുള്ളാഹിയുടെ കാലത്ത് ഖതീബ് മിമ്പറിൽ കയറിയതിന്റെ ശേഷമുള്ള ഒരൊറ്റ ബാങ്കിന്റെ സമ്പ്രദായമാണ് ഉണ്ടായിരുന്നത്. ആ സമ്പ്രദായമാണ് എനിക്ക് ഇഷ്ടം എന്ന് ഷാഫി ഇമാം പറഞ്ഞിട്ടില്ലേ? തന്നെയുമല്ല, ഫത്ഹുൽ മുഈനിൽ നിന്ന് ഞാൻ നിങ്ങളെ വായിച്ച് കേൾപ്പിച്ചല്ലോ. അന്ന് ഞാൻ ഫത്ഹുൽ മുഈനിന്റെ പരിഭാഷയിൽ നിന്ന് സൈനുദ്ദീൻ മഖ്ദൂമിന്റെ ഫത്ഹുൽ മുഈനിന് പരിഭാഷ എഴുതിയിട്ടുണ്ട് പല പണ്ഡിതന്മാരും. ആ ഫത്ഹുൽ മുഈനിന്റെ പരിഭാഷയിൽ നിന്ന് ഞാൻ വായിച്ചല്ലോ. അതിന്റെ അറബി ഞാൻ നിങ്ങളെ ഇപ്പൊ കേൾപ്പിക്കട്ടെ. വയുസന്നു അദാനാനി. ശരിക്ക് ശ്രദ്ധിച്ചോ, ഞാനിവിടെ കട്ട് വായിച്ചിട്ടില്ല, ഞാനിവിടെ ഒന്നും മൂടി വെച്ചിട്ടില്ല. ശരിക്ക് പഠിച്ചോ എൻ്റെ പ്രിയപ്പെട്ടവരെ. എന്താണ് ആ ബാങ്കിനെ സംബന്ധിച്ച് നിങ്ങളുടെ കിതാബിൽ തന്നെ പറഞ്ഞത്? വയുസന്നു, സുന്നത്താക്കപ്പെടും. അദാനാനി, രണ്ട് ബാങ്ക്. ലി സുബഹിൻ, സുബഹിക്ക് രണ്ട് ബാങ്ക് സുന്നത്തുണ്ട്. വാഹിദുൻ ഖബലൽ ഫജ്രി, ഒന്ന് ഫജ്റാകുന്നതിന്റെ മുമ്പ്. വആഖറു ബഅദഹു, മറ്റൊന്നതിന്റെ ശേഷം. ഫൈൻ ഇഖ്തസറ, രണ്ടിലേതെങ്കിലും ഒരു ബാങ്കിൽ ചുരുക്കുകയാണെങ്കിൽ ഫല്ലൗലാ ബഅദഹു, സമയമായതിന്റെ ശേഷമുള്ളതാണ് ഏറ്റവും നല്ലത്. പിന്നെ പറയുന്നു വാദാനാനീലിൽ ജുമഅത്തി, ജുമഅക്കുമുണ്ട് രണ്ട് ബാങ്ക്. ഇനി കേട്ടോളൂ. അഹദുഹുമാ, അതിൽ ഒന്ന് ബഅദ സുഊദിൽ ഖതീബിൽ മിമ്പറ, ഖതീബ് മിമ്പറിൽ കയറിയതിന്റെ ശേഷമാണ്. വല്ലാഖർ, മറ്റേതോ അല്ലദീ ഖബലഹു, അതിന്റെ മുമ്പും. അത് ഇന്നമാ അഹദസഹു ഉസ്മാൻ റളിയല്ലാഹു അൻഹു, ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു ആണ് അത് പുതിയതായിട്ട് കൊണ്ടുവന്നത്. എപ്പോലമ്മാ കസുറന്നാസ്, ജനങ്ങൾ വർദ്ധിച്ചപ്പോ. ഇനി പറയുന്ന വാചകം ശ്രദ്ധിച്ചോ. നിങ്ങൾ ഇവിടെ ഒരു അട്ടിമറി നടത്തി ണ്ട്. ഫസ്തിഹ്ബാബുഹു ഇൻദൽ ഹാജതി, ഫസ്തിഹ്ബാബുഹു, ആ ബാങ്ക് സുന്നത്താക്കപ്പെടുന്നത് ഈ രണ്ടാമത് ഈ നബിയുടെ കാലഘട്ടത്തിലുള്ള ബാങ്കിനേക്കാൾ അപ്പുറമായിക്കൊണ്ട് വേറൊരു സമ്പ്രദായത്തിലൂടെ കൊണ്ടുവന്ന ആ ബാങ്കുണ്ടല്ലോ, അത് സുന്നത്താക്കപ്പെടൽ എപ്പോഴാണ്? ഇൻദൽ ഹാജതി, ആവശ്യമുള്ളപ്പോഴാണ്. ഏതുപോലെ? കഅൻ തവഖഫ ഹുദൂറുഹും അലൈഹി, ഒരു നാട്ടിലുള്ള ജനങ്ങളൊക്കെ വരണമെങ്കിൽ ഈ ബാങ്ക് കേട്ടാലേ വരൂ എന്നുണ്ടെങ്കിൽ, അങ്ങനെയാണെങ്കിൽ അത് സുന്നത്താണ്. വയില്ല, അങ്ങനെ ഒരാവശ്യമില്ല. ഏതുപോലെ? ഒരു നാട്ടിൽ 100 ആളുണ്ട്. ആ നാട്ടിലുള്ള 100 ആളുകളും പള്ളിയിൽ നേരത്തെ എത്തിയിട്ടുണ്ടെങ്കിൽ പിന്നെ അവരെ ഒന്ന് വിളിക്കേണ്ടതില്ലല്ലോ. അങ്ങനെ ആവശ്യമില്ലെങ്കിൽ ലകാനൽ ഇഖ്തിസാറു അലൽ ഇത്തിബാഇ അഫ്ളലു, റസൂലുള്ളാഹിയുടെ കാലത്തുള്ള സമ്പ്രദായത്തെ ആ സമ്പ്രദായത്തിന്മേൽ മാത്രം ചുരുക്കലാണ് ഏറ്റവും ശ്രേഷ്ഠകരം.
അപ്പോൾ മനസ്സിലായില്ലേ? ആവശ്യം ഉണ്ടെങ്കിൽ ചെയ്താൽ മതി. ആളുകൾ കൂടിയപ്പോഴാ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു അങ്ങനെ ചെയ്തത്. അദ്ദേഹം ഒരു ബിദ്അത്ത് ഉണ്ടാക്കിയിട്ടില്ല. ആവശ്യം ഉണ്ടായപ്പോൾ ഒരു ബാങ്ക് നടപ്പിലാക്കി. അതും പള്ളിയിൽ നിന്നല്ല, അങ്ങാടിയിൽ നിന്നാണ്. ഇത് പള്ളിയിലേക്ക് എന്നോ കയറി വന്നതാണ്. അപ്പൊ മൂപ്പരനോട് ചോദിക്കാണ്, ഇപ്പൊ പിന്നെ ആൾക്കാർ കുറഞ്ഞോ മൗലവി? ആൾ കൂടിയപ്പോഴാണ് നടപ്പിലാക്കിയതെങ്കിൽ ഇപ്പൊ പിന്നെ ജനസംഖ്യ ഒക്കെ പിന്നോട്ടാ, കുറഞ്ഞോ? ജനസംഖ്യ കുറഞ്ഞിട്ടല്ല പേരോടെ. ഇന്ന് ജനങ്ങളുടെയൊക്കെ ഞങ്ങളുടെയൊക്കെ പള്ളികളിൽ വരുന്ന ആളുകളുടെയൊക്കെ കൈകളിൽ, നിങ്ങളുടെ പള്ളിയിൽ വരുന്ന ആളുകളുടെയും ഒക്കെ കൈകളിൽ വാച്ചുണ്ട്, സമയമറിയാം. അപ്പം അതുകൊണ്ട് അവർക്കറിയാം എത്ര ഏത് സമയത്താണ് വരേണ്ടത് എന്ന്. പിന്നെ നേരത്തെ വരാൻ ഉദ്ദേശമില്ലാത്ത മനുഷ്യന്മാർക്ക് നിങ്ങൾ എത്ര ബാങ്ക് വിളിച്ചാലും അവരവർ വിചാരിച്ച നേരത്തെ എത്തൂ. ഞങ്ങളുടെയൊക്കെ പള്ളികളിൽ അങ്ങനെ നേരത്തെ വിളിക്കാതെ തന്നെ ഖത്തീബ് മിമ്പറിൽ കയറുമ്പോൾ ആളുകൾ ഹാജറുണ്ടേ. അങ്ങനെ ആവശ്യമുണ്ടെങ്കിൽ നടപ്പിലാക്കാവുന്നൊരു കാര്യമാണ്. ആവശ്യമില്ലെങ്കിൽ അതൊരു പ്രത്യേക സുന്നത്തല്ല എന്ന് ഇതേ ഫത്ഹുൽ മുഈനിന്റെ ഹാഷിയയിൽ, ഇആനത്തുൽ താലിബീൻ എന്ന ഹാഷിയയിൽ സയ്യിദ് ബക്കരി പറഞ്ഞിട്ട് ശ്രദ്ധിച്ചോ, അന്നഹാ ലാ യുസന്നു ലഹാ ഇല്ലാ അദാനുൻ വാഹിദുൻ വഹുവല്ലദീ ഇൻദ തുലൂഇൽ ഖതീബിൽ മിമ്പറ. ഒരൊറ്റ ബാങ്കല്ലാതെ സുന്നത്തില്ല. ആ ബാങ്ക് ഖതീബ് മിമ്പറിൽ കയറുന്ന അവസരത്തിലാണ്. വഅമ്മസ്സാനി, എന്നാൽ രണ്ടാമത്തെ ഈ ബാങ്ക് ഉണ്ടല്ലോ, ഫലം യുസർരിഹ് അഹദുൻ, ഒരാളും വ്യക്തമാക്കിയിട്ടില്ല, ബിസുന്നിയതിഹി, അത് സുന്നത്താണെന്ന് വ്യക്തമാക്കിയിട്ടില്ല. ബലിൽ മുസറഹു, പിന്നെ വ്യക്തമാക്കപ്പെട്ട യാഥാർത്ഥ്യം എന്താണെന്നോ, അന്നഹു അഹദസഹു ഉസ്മാൻ ലമ്മാ കസുറന്നാസ്, ആളുകൾ കൂടിയപ്പോൾ ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഉണ്ടാക്കിയതാണ്. വഗായതു മാ യുസ്തഫാദു മിൻഹു, അതിൽ നിന്ന് നമുക്ക് സിദ്ധിക്കുന്ന ഏറ്റവും പരമമായ കാര്യം എന്താ? അന്നഹു മുബാഹുൻ, അതൊരു അനുവദിക്കപ്പെട്ട സംഗതിയാണ്. മറിച്ച് ലാ സുന്ന, അതൊരു സുന്നത്തല്ല കേട്ടോ എന്ന് ഇആനത്തുൽ താലിബീനിൽ സയ്യിദ് ബക്കരി പറഞ്ഞിട്ടില്ലേ? തന്നെയുമല്ല തുഹ്ഫയിലെ ഇബാറത്തും കേൾപ്പിക്കട്ടെ. വമിൻ സമ്മ കാനൽ ഇഖ്തിസാറു അലൽ ഇത്തിബാഇ അഫ്ളൽ, റസൂലുള്ളാഹിയുടെ കാലഘട്ടത്തിൽ നബിയെ പിൻപറ്റുക എന്ന ഒറ്റ ബാങ്കിന്റെ സമ്പ്രദായത്തിൽ ചുരുക്കലാണ് ഏറ്റവും നല്ലത്. ഇല്ലാലി ഹാജത്തിൻ, ആവശ്യമുണ്ടെങ്കിൽ ഒഴികെ. ആവശ്യമുണ്ടെങ്കിൽ അതും ആവാം, അനുവദിക്കപ്പെട്ടത് തന്നെയാണ്. പക്ഷേ അത് സുന്നത്താണെന്ന്, അതിൻ്റെ സുന്നീയത്തിനെ പറയപ്പെട്ടിട്ടില്ല എന്ന് കൃത്യമായി തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇനി സുഹൃത്തുക്കളെ, അപ്പോൾ ആ രണ്ട് ബാങ്കിൻ്റെ വിഷയം അങ്ങനെയാണ്. അതുകൊണ്ടാണ് അത് തന്നെയുമല്ല, ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, നിങ്ങൾ ഫസ്തിഹ്ബാബുഹു എന്നതിന് അർത്ഥം വെച്ചപ്പോൾ നിങ്ങൾ എന്താ പറഞ്ഞത് അറിയോ? ഫസ്തിഹ്ബാബ് എന്ന് പറഞ്ഞാൽ ചില അരമൂല്യന്മാരെ അർത്ഥം വെക്കും സുന്നത്താക്കപ്പെടൽ. അങ്ങനെയൊന്നും അല്ല. ഇസ്തിഹ്ബാബിന്റെ അർത്ഥം അരമൂല്യക്കന്മാർക്ക് തിരിഞ്ഞിട്ടില്ല. പിന്നെന്താ അർത്ഥം? ഫസ്തിഹ്ബാബുഹു എന്ന് പറഞ്ഞാൽ അതിനെ സുന്നത്താക്കപ്പെട്ടത്, ആ ബാങ്ക് സുന്നത്താക്കപ്പെട്ടത് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് ആവശ്യം ഉണ്ടായപ്പോഴാണ്. അതല്ലാതെ അത് സുന്നത്താകൽ ആവശ്യമുണ്ടാകുമ്പോഴാണ് എന്നല്ല. ഇതൊക്കെ മൂപ്പര് പറഞ്ഞിട്ടുണ്ട്. സുഹൃത്തുക്കളെ, അങ്ങനെയുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഫത്ഹുൽ മുഈനിന്റെ കർത്താവിന് അത് തിരിഞ്ഞില്ല, സയ്യിദ് ബക്രിക്കത് തിരിഞ്ഞില്ല. തിരിഞ്ഞതോ പേരോട് അബ്ദുറഹ്മാൻ മുസ്ലിയാർക്ക് അല്ലേ? ഇനി ഞാൻ സുഹൃത്തുക്കളെ ചോദിച്ചല്ലോ, ഇനി പറഞ്ഞിരുന്നു എന്ത്?